വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്ക് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അതേപോലെ തന്നെ 5 മാർക്കിൻ്റെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചുകൊണ്ടും കമ്പോണൻസ് ചോദിച്ചുകൊണ്ടും ഫങ്ഷൻസ് ചോദിച്ചുകൊണ്ടും ഒക്കെ നമുക്ക് ചോദ്യങ്ങൾ ലഭിക്കുവാനായിട്ട് സാധ്യത ഏറെയാണ്. അപ്പം ആദ്യമായിട്ട് എന്താണ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ്? അപ്പം നിങ്ങൾക്ക് മാനേജ് ചെയ്യുക എന്നുള്ള വാക്കിനെ കുറിച്ച് അറിയാം. ഒരു കാര്യത്തിനെ കുറിച്ച് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി സ്ട്രാറ്റജീസും മറ്റ് കാര്യങ്ങളുമൊക്കെ ഡിവൈസ് ചെയ്ത് ഒരു കാര്യം വിജയത്തിലേക്ക് എത്തിക്കുക, ഇതാണ് മാനേജ്മെൻറ്റ്. അപ്പം ഇത് എഡ്യൂക്കേഷണൽ ഫീൽഡിൽ ഇത്രയും കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ്. അപ്പം ആ ഡെഫിനിഷൻ ഒന്ന് നോക്കുക. ഇത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു ഹ്യൂമനും മറ്റുള്ള മെറ്റീരിയൽ റിസോഴ്സ് എല്ലാം കമ്പൈൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പം റെഫേഴ്സ് ടു ദി എഡ്യൂക്കേഷണൽ സിസ്റ്റം ഇൻ വിച്ച് എ ഗ്രൂപ്പ് കമ്പൈൻസ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് ടു സൂപ്പർവൈസ്, പ്ലാൻ അല്ലെങ്കിൽ സ്ട്രാറ്റജൈസ് ആൻഡ് ഇംപ്ലിമെൻറ്റ് സ്ട്രക്ചേഴ്സ് ടു എക്സിക്യൂട്ട് ആൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പം ഇതാണ് സിംപ്ലി എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ ഡെഫിനിഷൻ എഴുതാൻ പറ്റാത്തവർക്ക് വേണ്ടി സിംപ്ലി അഡ്മിനിസ്ട്രേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്ന് ഓർത്ത് ഇരുന്നാലും മതിയാകും. അപ്പം എന്താണ് എഡ്യൂക്കേഷൻ സിസ്റ്റം? നമ്മുടെ കയ്യിലുള്ള ഹ്യൂമൻ റിസോഴ്സസ്, അതെന്താണ്? ടീച്ചേഴ്സ് തന്നെയാണ്. അതേപോലെ തന്നെ മറ്റ് മെറ്റീരിയൽ റിസോഴ്സ്, അതിപ്പോൾ ടെക്നോളജിക്കൽ റിസോഴ്സ് ആവാം, നമ്മുടെ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആവാം. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാനേജ് ചെയ്യുന്നു. ഏത് ഫീൽഡിനെ? എഡ്യൂക്കേഷണൽ ഫീൽഡിനെ. എന്തിനു വേണ്ടി? ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടി. ആ ഒബ്ജക്റ്റീവ് എന്താണ്? ഓരോ സ്പെസിഫിക് ഫീൽഡിനും പ്രത്യേകമായിരിക്കും. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത പ്രധാനപ്പെട്ട സെക്ഷനാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് ഒരു 8 എണ്ണം ഞാനിവിടെ പറയുന്നുണ്ട്. ഒരു 5 എണ്ണമെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക. കാരണം 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ മാർക്കിന് ഓരോ എണ്ണം എന്ന രീതിയിൽ 5 എണ്ണമെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം ഞാൻ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 2 രീതിയിലാണ്. ഒന്ന് ഒരു സ്കൂളുമായിട്ട് ബന്ധപ്പെടുത്തിയും രണ്ടാമതായിട്ട് ഒരു ഫുട്ബോൾ എന്നുള്ള ഗെയിമിനെ ആയിട്ട് ബന്ധപ്പെടുത്തിയുമാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം സ്കൂളായാലും ഫുട്ബോൾ ടീമായാലും അതിനൊരു മാനേജറുണ്ട്. അദ്ദേഹമായിരിക്കും അതിനു വേണ്ടിയുള്ള എല്ലാവിധ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്, ആ ടീമിനെ മാനേജ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സ് ആയിരിക്കും. ഇപ്പം സ്കൂളിൻ്റെ കേസിലാണെങ്കിൽ കുട്ടിയുടെ എഡ്യൂക്കേഷണൽ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, അതാണ് അവരുടെ ഏറ്റവും വലിയ ഗോൾ എന്ന് പറയുന്നത്. ഇനി ഒരു ഫുട്ബോൾ ടീം ആണെങ്കിലോ ഡിഫെൻഡ് ചെയ്യണം, അറ്റാക്ക് ചെയ്യണം, എല്ലാം ഓക്കെ. പക്ഷേ ആത്യന്തികമായിട്ട് കളി ജയിക്കണമെങ്കിൽ ഗോളുകൾ വേണം. അങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക. അപ്പം ഗോളാണ് മാനേജ്മെൻറ്റ്. എന്താണ്? ഒരു ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് ഓൾ പെർവേസീവ്. ഇവിടെ ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടല്ലേ, സ്കൂളിനെ ബേസ് ചെയ്തും ഫുട്ബോളിനെ ബേസ് ചെയ്തും. അപ്പോൾ പെർവേസീവ് എന്ന് പറയുന്നത് സെയിം ഇൻ അതർ ഫീൽഡ് ആസ് വെൽ. മാനേജ്മെൻറ്റ് എല്ലാവിധ ഫീൽഡുകളിലും നമുക്ക് ബന്ധപ്പെടുത്തി പറയുവാനായിട്ട് സാധിക്കും. അതാണ് മാനേജ്മെൻറ്റ് ഈസ് ഓൾ പെർവേസീവ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. മൂന്നാമതായിട്ട് മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ. അപ്പം ഏതൊക്കെ ഡയമെൻഷനാണ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത്? ഒന്നാമതായിട്ട് മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്, മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ, മാനേജ്മെൻറ്റ് ഓഫ് ടാസ്ക് അല്ലെങ്കിൽ ടാസ്ക് മാനേജ്മെൻറ്റ്. ഇത് 3 ഓർത്തിരിക്കുക, വലിയ പാടൊന്നുമില്ല. വീണ്ടും നമ്മൾ ഫുട്ബോളിലേക്ക് പോവുകയാണ്. ഒന്നാമതായിട്ട് മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്. നമുക്ക് എന്താണ് വേണ്ടത്? നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം. എങ്ങനെ? നമ്മൾ ഗോൾ നേടാനായിട്ട് വേണ്ടുന്ന എല്ലാവിധ കാര്യങ്ങളും. ഗോൾ നേടിയാൽ മാത്രം പോരാ, നമ്മൾ ഡിഫെൻഡ് ചെയ്യുക കൂടെ വേണം. അതായത് തിരിച്ച് ഗോൾ വഴങ്ങാതിരിക്കുക കൂടെ വേണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതെന്തോ ആയിക്കൊള്ളട്ടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നമ്മൾ നമ്മുടെ വർക്ക് മാനേജ് ചെയ്യുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ഡയമെൻഷൻ. രണ്ടാമത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടീമിൽ എല്ലാ തരത്തിലുള്ള പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പം ഡിഫൻഡേഴ്സ് ആവാം, സ്ട്രൈക്കേഴ്സ് ആവാം. ഇവർക്കെല്ലാം അവരവരുടെ നീഡ്സ് ആൻഡ് ആഗ്രഹങ്ങളും ഡിസയേഴ്സും ഉണ്ട്. നമ്മൾ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യേണ്ട ഒരു ആവശ്യകത കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഇത് സ്കൂളിൻ്റെ കേസിലേക്ക് വരുമ്പോഴും ഫിസിക്സ് ടീച്ചറുണ്ട്, കെമിസ്ട്രി ടീച്ചറുണ്ട്, ലാംഗ്വേജ് ടീച്ചേഴ്സ് ഉണ്ട്. ഇവരെല്ലാം കൂടെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഒരു കോമൺ ഗോളിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. മൂന്നാമതായിട്ട് മാനേജ്മെൻറ്റ് ഓഫ് ടാസ്ക്. മാനേജ്മെൻറ്റ് ഓഫ് ടാസ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കൊരു ഗോളുണ്ട്, അതാണ് നമ്മുടെ ടാസ്ക്. ആ ഗോളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പം ആ ടാസ്കിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, അതിൻ്റെ മാനേജ്മെൻ്റ് എല്ലാം എന്തിലേക്ക് വരും? ടാസ്ക് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നാലാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആണ്. അപ്പം നമുക്ക് എന്താണ്? നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ ഓപ്പറേഷൻ എന്താണ്? ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു.
അല്ലേ? ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. ഇതിനിടയ്ക്ക് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നോൺ ലിവിങ് റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ്, ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, നമ്മളൊരു ഔട്ട്പുട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ഇൻപുട്ട് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിന് എന്താണ് ഒരു ഓപ്പറേഷൻ എന്നുകൂടി നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ്. അപ്പോൾ പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, എന്തിനു വേണ്ടി? ഒരു ഔട്ട്പുട്ട് സോ ചെയ്യാൻ വേണ്ടി. നമ്മൾ എന്തിനാണ് നടുന്നത്? വിതയ്ക്കാൻ വേണ്ടി. അത്രയും സിമ്പിളായിട്ട് ഓർത്തിരിക്കുക. ഇനി അഞ്ചാമത്തെ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. സ്കൂളായിക്കൊള്ളട്ടെ, ഫുട്ബോൾ ടീമിൻ്റെ കേസ് ആയിക്കൊള്ളട്ടെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് ജയിച്ച് നമ്മൾ നിർത്തുന്നുണ്ടോ? 1ാം ക്ലാസ് ജയിച്ചാൽ 2ാം ക്ലാസ്സിന് വേണ്ടി പഠിപ്പിക്കും, 2ാം ക്ലാസ് ജയിച്ചാൽ അടുത്ത ക്ലാസ്സിനുണ്ട്. അപ്പോൾ എന്താ? എഡ്യൂക്കേഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത് പോലെ മാനേജ്മെൻറ്റും കണ്ടിന്യൂസ് ആണ്. ഫുട്ബോളിലെ വിജയങ്ങൾ നമുക്ക് വേണമെന്ന് പറയുന്ന പോലെ തുടർ വിജയങ്ങളും നമുക്ക് വേണം. ഒരു ടീം ഒരു ദിവസം കൊണ്ട് അസ്തമിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം ഇതാണ് മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റുമായിട്ട് ബന്ധപ്പെടുത്തി ഇതുകൂടെ ഓർത്ത് വെക്കുക. ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ഡൈവേഴ്സ് നീഡ്സ് ഉള്ള കുറേയധികം പേരെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കോമൺ ഗോളിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു. ഈ കോമൺ ഗോളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നല്ല രീതിയിൽ ഒരു ഗ്രൂപ്പായിട്ട് ഒരു കോർഡിനേഷനോടുകൂടെ നിലനിന്നേ പറ്റത്തുള്ളൂ. ഇനി നമ്മുടെ അവസാനത്തെ പോയിന്റ്, സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫംഗ്ഷൻ. എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഡൈനാമിക് ഫംഗ്ഷൻ ആവുന്നത്? ഇപ്പം നിങ്ങൾക്ക്, ഞാനാണിപ്പോൾ എൻ്റെ ടീമിൻ്റെ കോച്ചായിട്ട് ഞാൻ നിൽക്കുകയാണ്. 1 ഗോൾ വഴങ്ങി, 2 ഗോൾ വഴങ്ങി. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആദ്യം പറഞ്ഞ സ്ട്രാറ്റജിയിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു സ്ട്രാറ്റജി ഞാൻ പെട്ടെന്ന് ഡിവൈസ് ചെയ്ത് പ്ലേയേഴ്സിന് കൊടുക്കും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ചേഞ്ചിന് ഒത്ത് മാറണം. ചേഞ്ച്, അതായത് ഇപ്പോൾ ഒരു പുതിയ സിറ്റുവേഷൻ അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുവേണ്ടി ഒരു ഡൈനാമിക് ചേഞ്ച്, ഒരു ഡൈനാമിക് സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ അത് തന്നെയാണ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക്കും. അതില്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി ഏറ്റവും അവസാനത്തെ പോയിൻ്റാണ് മാനേജ്മെൻറ്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. ഇപ്പം നമ്മുടെ സ്കൂൾ കണ്ടു കഴിഞ്ഞാലും ഒരു ഫുട്ബോൾ ടീം കളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ കോച്ച് ഇല്ലാതെ ഫുട്ബോൾ ടീമുകൾ കളിക്കാറുണ്ട്. പക്ഷേ കോച്ച് നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് നൽകിയിട്ടുള്ള ഒരു മാനദണ്ഡങ്ങൾ, അവരുടെ സ്ട്രാറ്റജിയൊക്കെയാണ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നത്. അതിപ്പോൾ ടീച്ചേഴ്സ് ഇന്ന രീതിയിൽ പഠിപ്പിച്ചാലും അവരുടെ അദൃശ്യ വസ്തുവായിട്ട് ആരുടെ ഒരു ഇതുണ്ട് അവിടെ പുറകിൽ? ആ സ്കൂൾ മാനേജ്മെൻറ്റ്. അല്ലെങ്കിൽ നമ്മുടെ ഫുട്ബോൾ ടീം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാനേജ്മെൻറ്റ് നമ്മൾ അദൃശ്യമാണെങ്കിലും അതിൻ്റെ എഫക്റ്റ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് തന്നെയാണ് മാനേജ്മെൻറ്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഇതൊരു 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കാതിരിക്കുക. ഫുട്ബോൾ ഓർത്തുകൊണ്ടോ സ്കൂൾ ഓർത്തുകൊണ്ടോ എങ്ങനെയെങ്കിലും ഒരു 5-6 പോയിന്റ് എഴുതി വെക്കുവാനായിട്ട് പരിശ്രമിക്കുക. ഈ മാനേജ്മെൻറ്റ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്, മാനേജ്മെൻറ്റ് ഡൈനാമിക് ആണ്, ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്, ഓപ്പറേഷൻ ആണ്. ഇതൊക്കെ എളുപ്പത്തിൽ ഓർത്തിരിക്കാം. ആദ്യത്തെ 4 പോയിന്റും എളുപ്പത്തിൽ ഓർത്തിരിക്കാം. ഇനി ഡയമെൻഷൻ നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ ഒരു ചാൻസും ഇല്ല. മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്, പീപ്പിൾ ആൻഡ് ടാസ്ക്, അങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക. വർക്ക്, പീപ്പിൾ ആൻഡ് ടാസ്ക്. അതിന് എവിടെയാണല്ലോ അത് തന്നെയാണ്. സ്കൂളിലാണെങ്കിലും ഒരു എന്തെങ്കിലും നമ്മളായിട്ടൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുകയുള്ളൂ. അവിടെ എന്തുണ്ട്? ഒരു വർക്ക് ചെയ്യണം, അതിനുവേണ്ടി കുറേയധികം പീപ്പിൾസ് വേണം, നമുക്കൊരു കോമൺ മോട്ടീവ് അല്ലെങ്കിൽ ടാസ്ക് ഉണ്ട്. അങ്ങനെ തന്നെ ഓർത്ത് ഇരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട പോയിന്റാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇതും കുറച്ചെല്ലാം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം നമുക്ക് പ്രധാനമായിട്ടും ഇവിടെയും ഒരു 8 എണ്ണം പഠിക്കാനായിട്ടുണ്ട്. പക്ഷേ നമ്മൾ എത്ര എണ്ണം പഠിക്കുന്നുള്ളൂ? നമ്മൾ 5 എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 എണ്ണമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇനി നിങ്ങളുടെ എനിക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഒരു കൃത്യമായിട്ടുള്ള ഓർഡർ ഒന്നും ഇത് ഫോളോ ചെയ്യുന്നില്ല. ഇപ്പോൾ എന്താണ്? പ്ലാനിങ് കഴിഞ്ഞിട്ട് ഓർഗനൈസേഷൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഓർഗനൈസിങ് കഴിഞ്ഞിട്ട് സ്റ്റാഫിങ് പറ്റത്തുള്ളൂ. ഇങ്ങനൊന്നുമില്ല. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വരും. ആ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക, എന്നിട്ട് ക്ലാസ് കേൾക്കുക. അപ്പം നമുക്ക് ഇത് പഠിക്കാനായിട്ട് നമുക്ക് എന്ത് എക്സാമ്പിൾ പറയാൻ പറ്റും? ഇനി സ്കൂൾ ഫുട്ബോളും വേണ്ട, നമുക്കൊരു ബാങ്ക് കൊള്ളയടിക്കാനായിട്ട് പോകാം. അപ്പം ബാങ്ക് കൊള്ളയടിക്കാനായിട്ട് പോകുന്നു. നമ്മുടെ പ്രധാന ലക്ഷ്യം അതാണ്, ബാങ്ക് കൊള്ളയടിക്കണം, ഇന്നൊരു ബാങ്ക് കൊള്ളയടിക്കണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കും? പ്ലാനിങ്ങിൽ നമ്മൾ എന്തൊക്കെ പറയും? എന്താ ചെയ്യേണ്ടത്? ബാങ്ക് കൊള്ളയടിക്കണം, എങ്ങനെ, എവിടെ വെച്ച്, ഏതൊക്കെ രീതിയിൽ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയും അല്ലേ? വാട്ട് ടു ഡു, എന്ന് കൊള്ളയടിക്കണം, വാട്ട് ടു ഡു, എങ്ങനെ കൊള്ളയടിക്കണം, എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു ഡു. അപ്പം എന്താ ചെയ്യേണ്ടത്? ബാങ്ക് കൊള്ളയടിക്കണം. എന്ന് രണ്ടാമത്തെ ചോദ്യം ഇതാണ്, എങ്ങനെ. അപ്പം നമ്മൾ വെയ്സ് ആൻഡ് മീൻസ് ഫോർ അച്ചീവിങ് ഗോൾസ്, അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, പ്ലാനിങ്. അപ്പം വാട്ട് ടു ഡു, വെൻ ടു ഡു, അല്ലെങ്കിൽ ഹൗ ടു ഡു, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ വെയ്സ് ആൻഡ് മീൻസ് ഓഫ് അച്ചീവിങ് ഗോൾസ്. അപ്പം നമ്മൾ ബാങ്ക് കൊള്ളയടിക്കാൻ തീരുമാനിച്ചു, അതിനുവേണ്ടി കുറേയധികം കാര്യങ്ങൾ ഇപ്പം ഞാനാണ് പ്ലാൻ ചെയ്തത്, ഞാൻ കുറേയധികം കാര്യങ്ങൾ തീരുമാനിച്ചു. രണ്ടാമതായിട്ട് ഓർഗനൈസിങ് ആണ്. അപ്പം ഓർഗനൈസിങ്ങിൽ ഞാൻ എന്താണ്? എനിക്ക് ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ട കുറേ സാധനങ്ങൾ വേണം, കുറേ ആൾക്കാരെ വേണം, കുറേ പൈസ വേണം. അപ്പം ഇതെല്ലാം ഞാൻ കളക്ട് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷനിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രിങ്ങിങ് ടു ദ
ഫിസിക്കൽ മീൻസ്, ഫൈനാൻഷ്യൽ മീൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ്. ഇതൊക്കെയാണ് നമ്മൾ എന്തിൽ ചെയ്യുന്നത്? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പം മറ്റൊരു കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നു, ടൂൾസ് കളക്ട് ചെയ്യുന്നു, അതുപോലെ ക്യാപിറ്റൽ എന്താണ്? ഫണ്ട് കളക്ട് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസിങ്ങിൽ വരുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് 2 ഫംഗ്ഷനായി, ആർക്കും തെറ്റത്തില്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പം മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ കുറേ അധികം ആൾക്കാരെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറേ റിസോഴ്സസ് ഉണ്ട്, കുറേ പൈസ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യുന്നത്? അപ്പം നമ്മൾ സ്റ്റാഫിങ് സിമ്പിളായിട്ട് ഓർത്തേക്കുക, സ്റ്റാഫ് എന്ന് തന്നെ ഓർത്ത് വെച്ചേക്കുക. ഒരു സ്കൂളിൻ്റെ കേസിൽ സ്റ്റാഫ് എന്ന് തന്നെ ഓർത്ത് വെച്ചേക്കുക. ഓരോ സ്റ്റാഫിനും ഓരോ അസൈൻമെൻറ്റ്സ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കൂട്ടി വെച്ച് ആൾക്കാർ ഇപ്പോൾ പറയണം, നീ ഇതാണ് ഇന്ന കാര്യം ചെയ്യണം, നീ ഇന്ന കാര്യം ചെയ്യണം എന്നങ്ങനെ നമ്മൾ പറഞ്ഞ് ഏൽപ്പിക്കുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? റിക്രൂട്ട് ചെയ്യുന്നു, ഫങ്ഷൻസ് അസൈൻ ചെയ്യുന്നു, അതിനുവേണ്ടി ട്രെയിൻ ചെയ്യുന്നു, അതിനുവേണ്ടി ഡെവലപ്മെൻറ്റ് കൊടുക്കുന്നു, അവർക്കൊരു പൈസ നിശ്ചയിക്കുന്നു, റെമ്യൂണറേഷൻ കൊടുക്കുന്നു. അതേപോലെ തന്നെ അവർക്കൊന്നെങ്കിലും പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ. ഇപ്പം നല്ലപോലെ കക്കുന്നവനാണെങ്കിൽ അവന് പ്രൊമോഷൻ കൊടുക്കുന്നു. ഇങ്ങനെ തന്നെ ഓർത്ത് വെച്ചേക്കാം. അപ്പം നിങ്ങൾക്ക് പോയിന്റ്സിൽ നിങ്ങൾക്ക് ദാരിദ്ര്യം വരത്തില്ല. നിങ്ങൾക്ക് ഇപ്പം എസ്സേക്ക് ചോദിച്ചാൽ പോലും സിമ്പിളായിട്ട് 5 ഫംഗ്ഷൻസ് എഴുതുവാനായിട്ട് നിങ്ങൾ പ്രാപ്തരായിരിക്കും. അപ്പം സ്റ്റാഫിങ്ങിൽ വരുന്ന പോയിന്റ്സ് എന്താണ്? ഓൾറെഡി ഉള്ള റിസോഴ്സിൽ നമ്മൾ അസൈൻ ചെയ്യുന്നു, ഫംഗ്ഷൻ അസൈൻ ചെയ്യുന്നു, ട്രെയിനിങ് ചെയ്യുന്നു, ഡെവലപ്മെൻറ്റ് കൊടുക്കുന്നു, റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നു, പ്രൊമോഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. മാൻ പവറിൻ്റെ പ്ലാനിങ് എല്ലാം എന്തിൽ വരുന്നതാണ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ പുട്ട് റൈറ്റ് പേഴ്സൺ ഓൺ റൈറ്റ് ജോബ്. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞ സ്റ്റാഫിങ്. പുട്ട് റൈറ്റ് പേഴ്സൺ ഓൺ റൈറ്റ് ജോബ്. ഇങ്ങനെ ഓർത്തിരുന്നാലും മതിയാകും. ഇനി നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് ആണ്. അപ്പം നമ്മളെന്താണ്? കുറച്ച് ഡ്യൂട്ടിയൊക്കെ അസൈൻ ചെയ്തു അല്ലേ? ഇനി നമ്മൾ ഇവരെ എന്താണ്? കക്കാനായിട്ട് വിടുകയാണ്. അപ്പം നമ്മളിവരെ മോണിറ്റർ ചെയ്യാനായിട്ട് നമ്മൾ അതിനൊരു സിസ്റ്റമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെന്തൊക്കെയാണ് അവിടെ പോയി കാണിക്കുന്നത്. അപ്പോൾ നമ്മളത് അവരെ ഗൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഇത് വെച്ചാണ് അവർ പോകുന്നതെന്ന് വിചാരിക്കുക. നമ്മളെന്താണ്? മേ ബി എന്തെങ്കിലും ബ്ലൂടൂത്ത് സ്പീക്കർ വഴി നമ്മൾ കാര്യങ്ങൾ അവരെ ധരിപ്പിക്കുന്നു, അവർ പോകുന്നു, അവരെ ഗൈഡ് ചെയ്യുന്നു, സൂപ്പർവൈസ് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു, അവരവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നു. ഇതാണ് ഡയറക്റ്റിങ്ങിൽ വരുന്നത്. ആ പേരിൽ നിന്ന് തന്നെ കിട്ടും. ഇനി നമ്മുടെ അവസാനത്തെയും ഇമ്പോർട്ടൻ്റും ആയിട്ടുള്ള സ്റ്റെപ്പാണ് കൺട്രോളിങ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യം, നമുക്ക് വേണ്ടതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇനി നമ്മൾ പറഞ്ഞു വിട്ട ആളുകൾ ചെയ്ത ഒരു കാര്യങ്ങളുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ ഒന്ന് മോണിറ്റർ ചെയ്തിട്ട് വേണ്ട കറക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൺട്രോളിങ്. മനസ്സിലായല്ലോ? അപ്പം ഞാൻ ഡയറക്റ്റിങ്ങിൽ എന്താ ചെയ്തത്? ആളുകൾ പോയി അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുത്തു, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് വേണ്ട സ്റ്റാൻഡേർഡിലേക്ക് അവരെത്തിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്? നമുക്ക് വേണ്ട സ്റ്റാൻഡേർഡ് ഇവിടെ നിൽക്കുന്നു, അവർ ചെയ്ത കാര്യങ്ങൾ രണ്ടാമതായിട്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമ്മളൊന്ന് കമ്പയർ ചെയ്തിട്ട് വേണ്ട കറക്റ്റീവ് മെഷേഴ്സ് നമ്മൾ കൊടുക്കുന്നു. ഇതാണ് കൺട്രോളിങ്ങിൽ വരുന്നത്. അപ്പം കൺട്രോളിങ്ങിൻ്റെ മെയിൻ പോയിന്റ്സ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. മെഷർമെൻറ്റ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് അഗൻസ്റ്റ് സ്റ്റാൻഡേർഡ് ആൻഡ് കറക്ഷൻ അല്ലെങ്കിൽ ഡീവിയേഷൻ. എന്തിനു വേണ്ടി? നമ്മുടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നമ്മുടെ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട്. മനസ്സിലായല്ലോ? അപ്പം ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. ഇനി ഫങ്ഷൻസിൽ 5ാമത്തെ കൺട്രോളിങ്ങിന് ഒരു 4 സ്റ്റെപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞത് തന്നെയാണ്. 1ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് എന്താണെന്ന് നമ്മൾ തന്നെ പറഞ്ഞു വെക്കുന്നു. ഇനി 2ാമതായിട്ട് മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, അവരെങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്ന് നോക്കുന്നു. 3ാമതായിട്ട് ഈ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് പെർഫോമൻസും അവർ ആക്ച്വലായിട്ട് പെർഫോം ചെയ്തതും തമ്മിലുള്ള ഡിഫറൻസ്, കമ്പയറിംഗ് ഓഫ് ആക്ച്വൽ ആൻഡ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ്, അത് കമ്പയർ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്ത് 4ാമതായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? കറക്റ്റീവ് ആക്ഷൻ കൊടുക്കുന്നു. അപ്പം ഇതാണ് 5 ഫങ്ഷൻസ്. അപ്പം ബാങ്ക് റോബറിയോ അല്ലെങ്കിൽ മണി ഹേസ്റ്റോ എങ്ങനെയെങ്കിലുമൊക്കെ ഓർത്ത് വയ്ക്കുക. മണി ഹേസ്റ്റിലൊക്കെ ആ പ്രൊഫസർ വീണ്ടും വിളിച്ച് പറയുന്നുണ്ട്. അതെന്താണ്? അതിവിടെ എന്തായിട്ട് വരും? ഡയറക്റ്റിംഗ് ആയിട്ട് വരും. അദ്ദേഹം പെട്ടെന്ന് കൊടുത്ത ചേഞ്ചസ് എന്തായിട്ട് വരും? കൺട്രോളിംഗ് ആയിട്ട് വരും. ഇങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക. മണി ഹേസ്റ്റ് കണ്ടവർ അങ്ങനെ ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ടൊരു മണി റോബറി എന്ന് പറഞ്ഞ് ഓർത്ത് വയ്ക്കുക. ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. നമുക്കിനി അടുത്തതായിട്ട് ഒരു 8 കമ്പോണൻസ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ഉണ്ട്. ഇത് പഠിക്കാനായിട്ട് ഞാൻ നെമോണിക്സോ എളുപ്പ വഴിയോ ഒന്നും പറഞ്ഞു തരുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി 2 കാര്യങ്ങൾ ഇരിപ്പുണ്ട്. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ഒരെണ്ണം വെച്ച് പഠിക്കുക. കാരണം ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് മനസ്സിലാകത്തില്ല ഈ ഒരു എക്സാമിൻ്റെ സമയത്ത്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് പഠിക്കുക. എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആണ് 1ാമത്തെ കമ്പോണൻറ്റ്. 2 അഡ്മിനിസ്ട്രേഷൻ, ഓർഗനൈസേഷൻ, ഡയറക്ഷൻ, കോർഡിനേഷൻ, സൂപ്പർവിഷൻ, കൺട്രോളിംഗ് ആൻഡ് ഇവാലുവേഷൻ. ഇത് വളരെ എളുപ്പമാണ്. ഞാൻ ഒന്നുകൂടെ ഇതിനും കൂടെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ സ്കൂളിൽ 1ാം സ്ഥാനം എത്തണം, സ്കൂൾ 1ാം സ്ഥാനത്തേക്ക് എത്തണം. അപ്പോൾ ഞാൻ അതിനുവേണ്ടി കുറേയധികം പ്ലാനിങ് നടത്തി. എന്നിട്ട് 2ാമതായിട്ട് ഞാൻ എൻ്റെ പ്ലാനിങ് അനുസരിച്ച് കുറേയധികം കാര്യങ്ങൾ അഡ്മിനിസ്റ്റർ ചെയ്തു. എന്നിട്ട് ഒരു ഓർഗനൈസേഷൻ പോലെ
എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്തിട്ട് നമ്മളത് ഇന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ഡയറക്റ്റ് ചെയ്തു. പിന്നെന്താണ്, കോർഡിനേറ്റ് ചെയ്തു. കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് കുറേയധികം ടീച്ചേഴ്സിനെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ടീച്ചേഴ്സിൻ്റെ പ്രവൃത്തികൾ നമ്മൾ സൂപ്പർവൈസ് ചെയ്തു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കൺട്രോളിങ്, ഫങ്ഷൻസിൽ പറഞ്ഞ കൺട്രോളിങ് വരുന്നു. അത് കഴിഞ്ഞിട്ട് ഉള്ള ചേഞ്ചസിനെ നമ്മൾ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്തെങ്കിലും വ്യത്യാസം വരണമെങ്കിൽ, വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആണ്, അല്ലെങ്കിൽ വ്യത്യാസം വന്നില്ല അല്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും അല്ലേ, വീണ്ടും നമ്മൾ പ്ലാനിങ് തൊട്ട് തുടങ്ങും. അപ്പോൾ ഇത്രയൊക്കെയാണ് 8 കമ്പോണൻസ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ്. ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ഇൻ കേരള പഠിക്കണം, സെൻട്രൽ പഠിക്കണം. അപ്പം ഇത് ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് പോയിന്റ്സ് മാത്രം പറയാം. നമ്മുടെ സെൻട്രൽ ലെവലിൽ MHRD കുറേ കാലമായിട്ടുണ്ടായിരുന്നു. പിന്നെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പേര് മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം MHRD ഉണ്ട്, അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. MHRD എന്താണ്? മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, അതിൻ്റെ കീഴിലാണ് എഡ്യൂക്കേഷൻ. അപ്പം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. ഇതിൻ്റെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാണ്, അല്ലെങ്കിൽ MHRD മിനിസ്റ്റർ ആരാണ്? രമേശ് പൊക്രിയാലാണ്. മാറ്റിയിട്ടുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് രമേശ് പൊക്രിയാലാണ്. ഇനി ഇതിൻ്റെ കീഴിൽ വരുന്ന കുറച്ച് മെയിൻ ബോഡീസ് ഉണ്ട്. ഒന്ന് CAB, CAB എന്ന് പറയും, സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ. രണ്ടാമതായിട്ട് NCERT, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. മൂന്നാമതായിട്ട് UGC, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. നാലാമതായിട്ട് CSIR ഉണ്ട്. എന്താണത്? കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, CSIR. ഇനി നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് വരാം. ഈ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, 2008 നോട്ടാണ്, 2018 നോട്ടാണിത്. അപ്പം നമ്മുടെ സ്റ്റേറ്റിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, പ്രൊഫസർ C രവീന്ദ്രനാഥ്, അതെല്ലാവർക്കും അറിയാം. ഇനി നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് ഒരു 2 കാര്യങ്ങളുണ്ട്. നമുക്കെന്താണ്, ഒരു ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതിൻ്റെ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്നത് ഒരു സിവിൽ സർവൻ്റ് ആണ്, IAS ഉദ്യോഗസ്ഥൻ. അത് വിട്ടേക്കുക. നമുക്ക് സ്കൂൾ എഡ്യൂക്കേഷനിലേക്ക് വരാം. നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷനിൽ നമുക്ക് എന്താണ്, 14 റവന്യൂ ഡിസ്ട്രിക്ട്സ് ഉണ്ട്. ഈ 14 റവന്യൂ ഡിസ്ട്രിക്ട്സിനെ ഒരുമിച്ച് ഭരിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ വീണ്ടും നമ്മൾ എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്ട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രസൻ്റ്ലി 41 എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്ട്സ് ഉണ്ട്, 41 എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്ട്സ് ഉണ്ട്. ഇനി ഈ എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്ട്സിനെ വീണ്ടും നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് എത്ര ഉണ്ട്? 161. ഈ എണ്ണങ്ങളിലൊക്കെ വ്യത്യാസം വരാം. എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ് 41 തന്നെയാണ്, പക്ഷേ സബ് ഡിസ്ട്രിക്ട് എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പം ശ്രദ്ധിക്കുക. ഇനി അപ്പം നമ്മുടെ സ്കൂൾ തലത്തിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിലിരിക്കുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷനാണ്. ഇദ്ദേഹത്തിൻ്റെ താഴെയാണ് DEO, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ. ഇനി ഇദ്ദേഹത്തിൻ്റെ താഴെയാണ് AEO, അസിസ്റ്റൻറ്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ. ഇത് പോയിൻ്റായിട്ട് തന്നെ എഴുതി വയ്ക്കുക. ഇനി DDE എന്താണ്? ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ. അപ്പം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? DEOയെയും DEO AEOയെയും നിയന്ത്രിക്കുന്നുണ്ട്. ഇനി DEOയുടെ ഭരണാധികാരവും AEOയുടെ ഭരണാധികാരവും കൂടെ ജസ്റ്റ് നോക്കി വെച്ചേക്കുക. DEO അറ്റൻഡ്സ് ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഹൈസ്കൂൾസ്, ട്രെയിനിങ് സ്കൂൾസ് ആൻഡ് അതർ സ്പെഷ്യൽ സ്കൂൾസ് ഓഫ് എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്ട്സ്. ഇനി AEO ആണെങ്കിലോ എല്ലാ പ്രൈമറി സ്കൂളിൻ്റെയും, എവിടുത്തെ സബ് ഡിസ്ട്രിക്റ്റിലെ എല്ലാ പ്രൈമറി സ്കൂളിൻ്റെയും ചുമതല ആർക്കാണ്? AEOയ്ക്കാണ്. അപ്പം ഇത്രയുമാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ഇൻ കേരള. നമുക്കിനി ഇത്രയും ഞാൻ പറഞ്ഞ വീഡിയോസ് ഒന്നും മനസ്സിലായില്ലെങ്കിൽ അതെല്ലാം കളഞ്ഞിട്ട് ഈ പിക്ചറിലുള്ള കാര്യങ്ങളൊന്ന് എഴുതിയെടുത്ത് പഠിക്കുക. സംശയമുള്ളവർ എഴുതിയെടുത്ത് പഠിക്കുക. നമുക്ക് സ്കോപ്പ് പഠിക്കാനുണ്ട്, ഡെഫിനിഷൻ ഉണ്ട്, അതൊക്കെ അപ്പം എളുപ്പത്തിൽ പിക്ചറൽ റെപ്രസെൻറ്റേഷൻ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ സ്കോപ്പ് കൂടെ നോക്കുക. എന്തൊക്കെയാണ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് സ്കോപ്പ്? ഒന്ന്, ഹ്യൂമൻ റിസോഴ്സസ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു, കൂടുതലായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു അല്ലേ. എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് തന്നെയാണ് ചെയ്യുന്നത്? ഹ്യൂമൻ റിസോഴ്സ് ഉപയോഗിച്ച് ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടാക്കുക തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ പുതിയ ഡെവലപ്മെൻറ്റ് വരുന്നുമുണ്ട്. അപ്പം ഈ ഒരു പോയിൻറ്റ്സൊക്കെ കൂടെ നിങ്ങൾ നോട്ട്സായിട്ട് എഴുതി വെച്ച് പഠിക്കുക. സോ ഇത് ഒരു 5 മാർക്ക് അല്ലെങ്കിൽ SAയ്ക്ക് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിനെങ്കിലും വരും. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ച് വയ്ക്കുവാനായിട്ട് പരിശ്രമിക്കുക. ഓക്കെ, താങ്ക്സ്.